മംഗല്യസൂത്രം ഭാഗം 11. രചനാ സംഭാഷണം രുദ്രപ്രിയ. ബാലചന്ദ്രൻ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുളിക്കാൻ തയ്യാറായി നിൽക്കുന്ന വരദയെ കണ്ടു. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തലയിൽ വെള്ളമൊഴിക്കാൻ നിൽക്കണ്ട, തോർത്ത് നനച്ച് തുടച്ചെടുത്താൽ മതിയടോ. സാരമില്ല മാഷേ, ഞാൻ വെളുപ്പിന് കുളിക്കും, അതുകൊണ്ട് എനിക്കിതൊക്കെ ശീലമാണ്. എന്നാൽ കുഴപ്പമില്ല, ഞാൻ പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ട് അടുക്കളയിൽ കാണും, താൻ അങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. വരദ ചിരിച്ചുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറി. അവൾ ഓർക്കുകയായിരുന്നു ബാലൻ മാഷിനെ കുറിച്ച്. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും മാഷുമായി മുൻപേ അടുപ്പമുള്ളതുപോലെ അവൾക്ക് ആ വീട്ടിൽ വലിയ അപരിചിതത്വം തോന്നിയില്ല. വരദ കുളി കഴിഞ്ഞ് പൂജാമുറിയിലേക്ക് വന്നു. ഈ ജീവിതം തനിക്ക് സന്തോഷവും സമാധാനവും നൽകണേ എന്ന് അറിയാവുന്ന ഈശ്വരന്മാരോടെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഒരു നുള്ളു സിന്ദൂരം നെറുകിൽ ചാർത്തി പൂജാമുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കേട്ടു അമ്മായിയുടെയും മാഷിൻ്റെയും സംസാരം. രാവിലത്തെ കാപ്പിക്കുള്ളത് അന്വേഷിക്കുകയാണ് അവിടെ. അടുക്കളയുടെ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോൾ സുഭദ്ര അവളെ അകത്തേക്ക് വിളിച്ചു. മോൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങ് കയറി വാ. ഭരത ചിരിയോടെ അകത്തേക്ക് കയറി ചെന്നു. ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും കുടിക്കും, ഇന്നതാണ് ഇഷ്ടം എന്നൊന്നില്ല. ബാലനും അങ്ങനെ തന്നെയാണ്, എന്ത് കിട്ടിയാലും അവൻ കഴിക്കും. അവൻ ഇതാണിഷ്ടം ഇതിഷ്ടമില്ല എന്നൊന്നും ആരോടും പറയില്ല. അതാണ് ഒരു കണക്കിന് നല്ലത്. നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോയാൽ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ കഴിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് വിളിക്കണമെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സുഭദ്രയുടെ മുഖത്ത് നോക്കി വരദ പറഞ്ഞു. സുഭദ്രയും മാഷും മുഖത്തോട് മുഖം നോക്കി. സ്ഥാനം കൊണ്ട് മോളുടെ നാത്തൂനാണ് ഞാൻ, പക്ഷേ എൻ്റെ മോളാവാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് എന്നെ അമ്മായിയെന്നോ അമ്മയെന്നോ വിളിച്ചാൽ മതി. ഇതാ ആശയക്കുഴപ്പമായല്ലോ, വരദ മനസ്സിലാലോചിച്ചു. താനിങ്ങനെ ടെൻഷനാവാതെടോ, അതിന് ഇനിയും സമയമുണ്ട്. എന്തെങ്കിലും വിളിക്കാം നമുക്ക്, അത് പോരെ പെങ്ങളെ? രാവിലെ പ്രാതലിന് ഇഡലിയും ചമ്മന്തിയും ആക്കിയിട്ടുണ്ട്. പിന്നെ കാപ്പി കുടി കഴിഞ്ഞ് ഞാനങ്ങ് ഇറങ്ങും. അവിടെ പിള്ളേർ തനിച്ചേ ഉള്ളൂ. ഇന്നിനി ഇവിടെ ഒന്നും വച്ചുണ്ടാക്കാൻ നിൽക്കേണ്ട 2 പേരും. ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. വൈകുന്നേരത്തേക്കുള്ളത് നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ. രാവിലെ 2 പേരും കൂടി അമ്പലത്തിൽ പോകണം. ഇനി ഞാൻ യാത്ര പറയാൻ നിൽക്കില്ല കേട്ടോ ബാല, ഞാൻ ഇറങ്ങുവാ. പെങ്ങൾ അടുക്കളയിൽ നിന്നും ഇറങ്ങി പോകുന്നത് നോക്കിക്കൊണ്ട് ബാലൻ അങ്ങനെ നിന്നു. എൻ്റെ പെങ്ങള് പാവമാണടോ, എല്ലാവരെയും സ്നേഹിക്കാനേ അതിനറിയൂ. പെങ്ങളുടെ മോനാണ് ആദി, വിവാഹത്തിന് താൻ കണ്ടില്ലായിരുന്നോ? എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നേരെ പെങ്ങളുടെ വീട്ടിൽ പോകാം. പാടവരമ്പിലൂടെ ഇളം വെയിലേറ്റ് നടക്കുമ്പോൾ വരദയ്ക്ക് വല്ലാത്ത ഉത്സാഹം തോന്നി. ടീച്ചർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വണ്ടി എടുക്കാത്തത്, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകാമായിരുന്നു. അത് സാരമില്ല മാഷേ, ഇതാണ് സന്തോഷം. ഈ പാടവരമ്പത്ത് കൂടി നടക്കുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണല്ലേ നമുക്ക്. ബാല്യത്തിലും കുട്ടിക്കാലത്തേക്കും ഒക്കെ കടന്നു ചെല്ലുന്ന പോലെ. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി മാഷേ. ഒരുപാട് പേടിച്ചും ഭയത്തോടും കൂടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മക്കളുടെ എതിർപ്പ് മാറ്റിക്കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുന്ന 2 വ്യക്തികളായി നമ്മൾ. ബാലൻ്റെ മുഖത്തും സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ചിരി വിരിഞ്ഞു. മക്കളുടെ എതിർപ്പും അവഗണനയും കാണുമ്പോൾ വരദ തെറ്റിദ്ധരിക്കുമോ എന്നുപോലും ബാലൻ സംശയിച്ചു. സംസാരിച്ച 2 പേരും അമ്പലം എത്തിയത് തന്നെ അറിഞ്ഞില്ല. വയൽവരമ്പ് കടന്ന് നീണ്ട തോടിന് കുറുകെ പാലം കയറി വേണം അക്കരെ എത്താൻ. പാലം കടക്കുമ്പോൾ കേൾക്കാൻ കഴിഞ്ഞു അമ്പലത്തിൽ നിന്നും കേൾക്കുന്ന ഭക്തിഗാനം. ഇവിടെ മറ്റൊരു പ്രശസ്തമായ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇക്കരെയായി ഒരു ശിവക്ഷേത്രവും കൂടിയുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാന്മാരെന്നാണ് ഇവിടുത്തുകാരുടെ വയ്പ്. പക്ഷേ അത് ശരിയാണ് കേട്ടോ. മാഷ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ആഗ്രഹ സാഫല്യം നേടിയിട്ടുണ്ടോ? സംഘർഷാവസ്ഥയിൽ ഇവിടെ വരുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടുമെന്നല്ലാതെ ഞാൻ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും നേടിയിട്ടില്ല.
അല്ലെങ്കിൽ തന്നെ ഒറ്റം തടിയായി കഴിയുന്ന എനിക്ക് എന്താഗ്രഹം? ഇനിയിപ്പോൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ ടീച്ചറേ. ബാലൻ അങ്ങനെ പറയുമ്പോൾ വരദയും അതിൽ പങ്കുകൊണ്ടു. രണ്ടുപേരും കൂടി പുഞ്ചിരിച്ചുകൊണ്ടാണ് അമ്പലത്തിൻ്റെ പടികൾ കയറിയത്. പുറത്ത് എണ്ണയും നാളികേരവും വിൽക്കാനിരിക്കുന്ന നാരായണി ഇരുവരെയും നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു. ഇന്നലെ സുധാകരൻ വന്നപ്പോൾ പറഞ്ഞു മാഷിൻ്റെ വിവാഹമായിരുന്നെന്ന്. ഒന്ന് പറഞ്ഞുകൂടിയില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നെ തോന്നി എന്തായാലും വിവാഹം കഴിയുമ്പോൾ മാഷ് കൊച്ചുമായി ഇവിടെ വരുമെന്നറിയാമായിരുന്നു. ഇതാണ് നാരായണിയമ്മേ വരദ. ആദ്യമായി വരുന്നതല്ലേ മോൾ അയ്യപ്പനെ കാണാൻ? അവർ ഒരു പാത്രത്തിൽ എണ്ണയും തിരിയും ഭസ്മവും എടുത്ത് കുറച്ച് പൂവും അതിൽ വെച്ച് കൊടുത്തു. ഇത് തിരുനടയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്ക്. രണ്ടു പേർക്കും ഈശ്വരൻ നല്ലതേ വരുത്തൂ. മാഷ് പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്തതും അവർ അത് വാങ്ങി സന്തോഷത്തോടു കൂടി പെട്ടിയിലിട്ടു. ബാക്കി കൊടുക്കാനായി ചില്ലറ തിരയുമ്പോൾ സാരമില്ല, അത് കിടന്നോട്ടെ. രണ്ടുപേരും അകത്തേക്ക് കയറി ഭഗവാനെ തൊഴുതു. അമ്പലവും പരിസരവും വരദയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ശബ്ദവും ബഹളവും ഒന്നുമില്ലാതെ തികച്ചും ശാന്തമായ ഒരു സ്ഥലം. ഭജനമണ്ഡപത്തിൽ ഏറെ നേരം ഇരുവരും ഇരുന്നു. തിരികെ വീടെത്തി വേഷം മാറി ബാലൻ പറമ്പിലേക്ക് ഇറങ്ങി. ടീച്ചർ വരുന്നുണ്ടോ? നമുക്ക് കുറച്ച് വിളവെടുപ്പ് നടത്താം. ഞാനിവിടെ ചെറുതായി ഒരു പച്ചക്കറിത്തോട്ടം റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയല്ലേ, കുറച്ച് പച്ചക്കറി എന്തെങ്കിലും കൊണ്ടുപോകാം. അവളും മാഷിൻ്റെ പിന്നാലെ പറമ്പിലേക്ക് ഇറങ്ങി. പുതിയ പുതിയ അനുഭവങ്ങളിലൂടെയായിരുന്നു വരദ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആൾ, ഭാര്യ എന്നതിനപ്പുറത്ത് തന്നെ സുഹൃത്തായി കൂടി പരിഗണിക്കുന്ന ഭർത്താവ്. മാഷിൻ്റെ പിന്നാലെ തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ കയ്യിലൊരു മുറവും കരുതി. പയറും തക്കാളിയും പച്ചമുളകും പാവനും വെണ്ടയും ചീരയും ഉണ്ടായിരുന്നു വിളവെടുക്കാൻ. എടോ, തനിക്കിതൊക്കെ ശീലമില്ലെങ്കിൽ വേണ്ട കേട്ടോ. അവൾ ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് മാഷ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മാഷേ, ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. കുറച്ച് കപ്പ അല്പം താഴെയാണ് നട്ടിരിക്കുന്നത്. അവിടേക്ക് ടീച്ചർ വരേണ്ട, ഇത്തിരി ചരിവാണ്, ചിലപ്പോൾ കാൽ വഴുതും. സാരമില്ല മാഷേ, ഞാനും വരാം. എന്നാൽ താനെൻ്റെ കയ്യിൽ പിടിച്ചോ. ബാലൻ വരദയ്ക്ക് നേരെ കൈനീട്ടിയപ്പോൾ അത് തട്ടിത്തെറിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ബാലൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. ബാലൻ്റെ പിന്നാലെ കയ്യിൽ പിടിച്ച് ഇറക്കമിറങ്ങി വരദ. കാൽ സ്ലിപ്പായതും വരദ മുന്നിലേക്ക് വീഴാൻ ആഞ്ഞു. ബാലൻ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ബാലൻ്റെ ബലിഷ്ഠമായ കയ്യിൽ അവൾ അമർന്നു നിന്നു. ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ വീണേനെ. അങ്ങനെ എന്നെ വീഴാൻ മാഷ് സമ്മതിക്കുമോ? ഇപ്പോൾ ചേർത്ത് പിടിച്ച പോലെ താങ്ങാൻ ഈ കൈ കാണില്ലേ? രണ്ടുപേരും കൂടി 2-3 മൂട് കപ്പ പിഴുതു. അതും അടുത്തുള്ള തോട്ടിൽ കഴുകിയെടുത്തു. പറമ്പിൽ നിന്നും തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഡ്രസ്സ് മാറി ഇറങ്ങി രണ്ടുപേരും. ആഷ് കളർ ഫുൾ സ്ലീവ് ഷർട്ടും മാച്ചായ മുണ്ടുമായിരുന്നു ബാലൻ്റെ വേഷം. വരദ ഒരു സിമ്പിൾ കോട്ടൺ സാരി ഉടുത്തു. പച്ചക്കറികളെല്ലാം ഒരു ബിഗ് ഷോപ്പറിനകത്താക്കി. കതക് പൂട്ടി ബാലനും വരദയും കൂടി ഇറങ്ങി. ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്ത് വണ്ടി ഷെഡിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വെച്ചു മാഷ്. എടോ, തനിക്ക് ബുള്ളറ്റിലിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ നോട്ടം കണ്ടപ്പോൾ മാഷ് ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം. വരദ ആദ്യമൊന്നും അടിച്ചു നിന്നു മറുപടി പറയാൻ. അത് കണ്ടപ്പോൾ ബാലനും തോന്നി ഓട്ടോ പിടിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്ന്. ടീച്ചർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ച് പോകാം. അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനിയൊരു വിഷമം വേണ്ട കേട്ടോ. അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെയുള്ള ബാലൻ്റെ സംസാരം കേട്ടപ്പോൾ വരദയ്ക്ക് ആശ്വാസമായി. മറ്റൊന്നും കൊണ്ടല്ല മാഷേ, നമുക്ക് തൽക്കാലം ഓട്ടോയിൽ പോകാം. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തുണ്ടെങ്കിലും ടീച്ചറിന് എന്നോട് പറയാമെന്ന്. പരിചയമുള്ള ഒരു ഓട്ടോ ഉണ്ട് കവലയിലെ സുരേഷിൻ്റെ, അത് വിളിക്കാം. ബാലൻ മൊബൈലെടുത്ത് ഓട്ടോ സുരേഷ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സുരേഷ് ഓട്ടോയുമായി എത്തി. എന്താ മാഷേ, ബുള്ളറ്റിന് എന്തെങ്കിലും പണിയായോ? അതിൻ്റെ ചെയിനിന് എന്തോ പ്രശ്നമുണ്ട്. ഇനി അത് കമ്പനിയിൽ കൊടുക്കണം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് ആൾ വന്ന് എടുത്തുകൊണ്ട് പോകും. എന്തായാലും നീ എന്നെ പെങ്ങളുടെ വീട് വരെ ആക്ക്. അതിലെന്താ മാഷേ, കയറിയാട്ടെ.
വരദ ഭിക്ഷോപ്പറുമായി വന്നപ്പോൾ ബാലൻ അതുമായി ഓട്ടോയിൽ വെച്ചു. ഇല്ല, ഇന്നലെ ഇറങ്ങിപ്പോയതിനു ശേഷം ഈ നിമിഷം വരെ ഒന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. പറയുമ്പോൾ ബാലൻ്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു. അതൊക്കെ മാറും, നീ നോക്കിക്കോ. ഇപ്പോൾ അകന്നു നിൽക്കുന്ന രണ്ടുപേരും നിന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു സമയം വരും. യമുനയുടെയും ആദിയുടെയും പെരുമാറ്റം വളരെ നല്ല രീതിയിലായിരുന്നു. വരദ പെട്ടെന്ന് അവരോട് അടുക്കുകയും ചെയ്തു. എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും സുഭദ്രയുടെയും യമുനയുടെയും ഒപ്പം വരദയും അടുക്കളയിൽ കയറി. ഉച്ചത്തേക്ക് ബിരിയാണിയായിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ പരിപാടി മുഴുവൻ ആദിയുടേതായിരുന്നു. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ അരിയുന്നതും മാത്രമായി പെണ്ണുങ്ങളുടെ ജോലി. അതിന് സുഭദ്രയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് സുഭദ്രയെ അടുക്കളയിൽ നിന്നും പറഞ്ഞു വിട്ടു രണ്ടുപേരും. സുഭദ്ര വരാന്തയിൽ വന്നിരുന്ന് ബാലനോട് എന്തൊക്കെയോ സംസാരിച്ചു. അയാൾ ഒരു പാവമാണ് പെങ്ങളെ, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ പാവം. മക്കൾ തമ്മിൽ സഹകരിക്കാത്തതിൽ വിഷമമുണ്ട്. പിന്നെ അതൊക്കെ മാറുമെന്നുള്ള ആശ്വാസം കാണും. മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ട് ബാലൻ ഫോൺ എടുത്തു. ശരത്തിൻ്റെ നമ്പറിൽ നിന്നാണ് കോൾ. അച്ഛാ, എന്തു പറയുന്നു? ഞങ്ങളിവിടെ പെങ്ങളുടെ വീട്ടിലാണ് ശരത്തെ. ഇന്നലെ പോയതിന് ശേഷം ആരുടെയും ഒരു വിളിയുണ്ടായില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ വിളിക്കണമെന്നൊരു 100 വട്ടം കരുതിയതാണ്. പിന്നെ ഇന്നലെ ഒരു ദിവസം വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. ഞങ്ങളിപ്പോൾ പെങ്ങളുടെ വീട്ടിലാണ്, ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ അച്ഛനെ ഇപ്പോൾ വിളിക്കുന്നത് അച്ഛനെയും ടീച്ചറെയും ഇവിടേക്ക് ക്ഷണിക്കാനാണ്. ഒരാഴ്ച അച്ഛൻ അവധിയുണ്ടല്ലോ. നാളെ രാവിലെ ടീച്ചറെയും കൂട്ടി വന്നേക്കണം കേട്ടോ. അത് വേണോ ശരത്തെ? നമ്മൾ കുറച്ച് സാവകാശം വന്നാൽ പോരെ? ഓടി നടന്ന് വിരുന്നുണ്ണാൻ പറ്റിയ പ്രായമൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് പതിയെ ഒരു ദിവസം അവിടേക്ക് വരാം. തനിക്കതിൽ വിഷമമൊന്നും തോന്നണ്ട. അതല്ല അച്ഛാ, എനിക്കറിയാമടോ തൻ്റെ മനസ്സ്. സാരമില്ല, പിന്നൊരു ദിവസം നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ ഞാൻ ടീച്ചറെയും കൂട്ടി വരാം. ശരി അച്ഛാ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഫോൺ കട്ട് ചെയ്തതും സുഭദ്രയ്ക്ക് മനസ്സിലായി വിളിച്ചത് ശരത്താണെന്ന്. എൻ്റെ ബാല, നിൻ്റെ മക്കൾ രണ്ടുപേരും കണക്കാണെങ്കിലും മരുമക്കൾ രണ്ടുപേരും തങ്കമാണ്, തനി തങ്കം. അല്ലെങ്കിലും എല്ലാം നല്ലതുപോലെ ആവില്ലല്ലോ ഒരു കാര്യത്തിലും. അമ്മാവൻ വന്നേ, നമുക്ക് ആഹാരം കഴിക്കാം. യമുനയും ആദിയും കൂടി വന്ന് വിളിക്കുമ്പോൾ ബാലനും സുഭദ്രയും എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. എല്ലാവരും ഒന്നിച്ചാണ് ആഹാരം കഴിക്കാനിരുന്നത്. വിളമ്പാൻ വരദയും സഹായിച്ചു. പലതവണ യമുന വരദയെ ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവളത് കൂട്ടാക്കിയില്ല. വന്നപ്പോൾ മുതൽ ആ വീട്ടിലെ അങ്ങനത്തെ പോലെയാണ് വരദ പെരുമാറിയത്. സുഭദ്രയ്ക്കും യമുനയ്ക്കുമൊക്കെ അത് സന്തോഷമായി. ഏകദേശം വൈകുന്നേരം ചായയും കൂടി കഴിച്ചിട്ടാണ് സുഭദ്ര രണ്ടുപേരെയും തിരികെ പോകാൻ അനുവദിച്ചത്. ബുള്ളറ്റ് എന്താ എടുക്കാത്തതെന്ന് മാത്രമേ സുഭദ്ര ചോദിച്ചുള്ളൂ. വേണ്ടെന്ന് വെച്ചു പെങ്ങളെ, അത്രയും മാത്രമേ ബാലൻ മറുപടി പറഞ്ഞുള്ളൂ. തിരികെ ഓട്ടോ വിളിക്കേണ്ട അമ്മാവ, ഞാൻ അവിടേക്ക് വിടാം. ആദ്യ കാറിറക്കി രണ്ടുപേരെയും തിരികെ തിട്ടമംഗലത്തേക്ക് കൊണ്ടുപോയി വിട്ടു. ഏകദേശം വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം വരദ ഫ്രഷായി പൂജാമുറിയിൽ വിളക്ക് വെച്ചു. ബാലൻ ചാരുകസയിലിരുന്നപ്പോൾ വരദ അര കൈവരിയിലിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കി. മാഷേ, നാളെ നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയാലോ? മാഷിന് ബുദ്ധിമുട്ടാകുമോ? അതെന്താ ടീച്ചറെ അങ്ങനെ ഒരു ചോദ്യം? ടീച്ചറിൻ്റെ അച്ഛനെയും അമ്മയും കാണണമെങ്കിൽ അതെന്നോട് പറയാമല്ലോ. നമുക്ക് രാവിലെ പോകാം. എന്തായാലും നാളെ കുറച്ച് പച്ചക്കറി കൂടി നമ്മൾ ബാക്കി നിർത്തിയത് നന്നായി. ടീച്ചറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്കതെടുക്കാം. പക്ഷേ ഇന്നത്തെ പോലെ കപ്പ പറിക്കാൻ ടീച്ചർ ഇറങ്ങണ്ട കേട്ടോ. അത് കേട്ടതും വരദ പുഞ്ചിരിച്ചു. മാഷ് നോക്കുമ്പോൾ വരദ കുളിക്കുകയാണ്. ആ തക്കത്തിന് മാഷ് അടുക്കളയിൽ പോയി ഒരു മുറവുമെടുത്ത് കൈക്കൂട്ടുമായി പറമ്പിലേക്ക് ഇറങ്ങി. ബാക്കിയുള്ള പച്ചക്കറിയും കൂടി വിളവെടുത്ത് വന്നു. കുളി കഴിഞ്ഞിറങ്ങി വരദ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ മാഷിനെ അവിടെയൊന്നും കണ്ടില്ല. പിന്നാമ്പുറത്തേക്ക് നോക്കി, അവിടെയുമില്ല. ഉമ്മറത്ത് വന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോഴുണ്ട്. പറമ്പിലൂടെ കയറി വരുന്നു മാഷ്. തലയിൽ വട്ടക്കെട്ടും കൈക്കോട്ടും കയ്യിലിരുന്ന പച്ചക്കറിയും കണ്ടപ്പോൾ അസലൊരു കൃഷിക്കാരൻ വരദയുടെ ചുണ്ടിൽ ചിരി പൊട്ടി. കൈക്കോട്ടും അതിൽ ചാരി വെച്ച് കൈവരിപ്പുറത്ത് പച്ചക്കറി ഇരുന്ന മുറവും വെച്ച് മാഷ് അകത്തേക്ക് കയറുമ്പോൾ ഇടുപ്പിൽ കൈയും കുത്തി കൂർപ്പിച്ച മുഖവുമായി വരദ മാഷിനെ നോക്കി നിന്നു. അവളുടെ നോട്ടം കണ്ട് ബാലൻ അന്തിച്ചു. എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നത്? അതെന്താ മാഷേ, ഇന്ന് പച്ചക്കറി എടുക്കാൻ എന്നെ കൂട്ടാത്തത്? ഓ, അതാണോ കാര്യം? ഇന്നലെ കപ്പ പൊട്ടിക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം മറന്നുപോയോ? ഞാൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ
കാലിൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. ടീച്ചർ ആദ്യം നീ വീഴാതെ നടക്കാൻ പഠിക്കട്ടെ, അതിനുശേഷം നമുക്ക് വിളവെടുപ്പിന് പോകാം. ടീച്ചർ റെഡിയായോ? ഞാൻ റെഡിയായി. മാഷ് വരൂ, നമുക്ക് കഴിക്കാം. ടീച്ചർ എടുത്ത് വയ്ക്കൂ, ഞാൻ മേല് കഴുകിയിട്ട് വരാം. വരദ മുറത്തിലുള്ള പച്ചക്കറിയുമായി അടുക്കളയ്ക്ക് പോയി. ബിഗ് ഷോപ്പറിൽ എടുത്ത് വെച്ചു. കൈ കഴുകി നേരിയതിൻ്റെ തുമ്പിൽ തുടച്ചു. അപ്പോഴേക്കും മാഷ് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തി. വരദ പാത്രമെടുത്ത് അതിൽ ഇഡലിയും ചട്നിയും എടുത്ത് വെച്ചു. ഗ്ലാസ്സിലേക്ക് ചൂട് കട്ടൻ കാപ്പിയും ഒഴിച്ചു. ടീച്ചർ എന്താ കഴിക്കാത്തത്? ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ ഒപ്പം കഴിക്കണം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. താളം ചവിട്ടി നിൽക്കുന്ന വരദയെ കണ്ട് മാഷ് ഒന്നുകൂടി നോക്കി തറപ്പിച്ചു പറഞ്ഞു, എന്താ ടീച്ചറേ? അത് പിന്നെ മാഷേ, എനിക്ക് രാവിലെ ഇഡ്ഡലി വേണ്ട. അതെന്താ? ടീച്ചർക്ക് ഇഡ്ഡലി ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ ഉണ്ടാക്കേണ്ടിയിരുന്നില്ലല്ലോ. ടീച്ചർക്ക് ഇഷ്ടമുണ്ടാക്കി എന്തുണ്ടാക്കിയാലും ഞാൻ അതിൻ്റെ ഒരു പങ്ക് കഴിച്ചോളാം. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ടീച്ചറേ. ഇന്നിപ്പോൾ താൻ ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇഷ്ടമില്ലെന്നറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇത് എനിക്ക് മാത്രമായി ഉണ്ടാക്കാൻ പോയത്? അതല്ല മാഷേ, എൻ്റെ ടീച്ചറെ, എന്താണെന്ന് വെച്ചാൽ പറയൂ. അത് പിന്നെ ഞാൻ കുറച്ച് കാച്ചിലും ചേനയും മധുരക്കിഴങ്ങും കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അടുക്കളയിൽ ഇരിക്കുന്നത് കണ്ട് എടുത്തുണ്ടാക്കിയതാണ്. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. മാഷിന് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടെടുക്കാത്തത്. എൻ്റെ ടീച്ചറെ, ഇതെന്തൊരു ചോദ്യമാ? ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് രാവിലെ ഇതൊക്കെ കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ടീച്ചർ ഇങ്ങ് എടുക്ക്. വരദ സന്തോഷത്തോടു കൂടി പുഴുങ്ങി വെച്ചിരുന്ന കാച്ചിലും ചേമ്പും മധുരക്കിഴങ്ങും കാന്താരി ചമ്മന്തിയും എടുത്തു വന്നു. ബാലൻ ഇഡലിയിരുന്ന പ്ലേറ്റ് നീക്കി വെച്ച് വരദ കൊണ്ടുവന്ന പ്ലേറ്റ് മുന്നിലേക്ക് എടുത്തു വെച്ചു. ഒരു കഷ്ണം കാച്ചിൽ ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെച്ച് ആസ്വദിച്ചു കഴിച്ചു. ഞാൻ കഴിക്കുന്നത് നോക്കി നിൽക്കാതെ ടീച്ചറെടുത്ത് കഴിക്കാൻ നോക്ക്. ഇനി വേറൊരു പ്ലേറ്റിൻ്റെ ആവശ്യം എന്താ? ഇതിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കുക. രണ്ടുപേരും കൂടി കഴിച്ച് മതിയാക്കി ചൂട് കട്ടനും കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇരുവരുടെയും മനസ്സ് നിറഞ്ഞു. എനിക്ക് കാച്ചിലും ചേമ്പും പഴങ്കഞ്ഞിയും ഒക്കെയാണ് രാവിലെ കഴിക്കാൻ ഇഷ്ടം. ഇനി തനിക്കിതൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് തൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റാൻ നോക്കണ്ട കേട്ടോ. തനിക്ക് എന്താണോ ഇഷ്ടം അത് വെച്ചുണ്ടാക്കാം. ഇവിടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് 2 പേർക്കും കൂടി പുറത്തുപോയി വാങ്ങാം. താൻ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ആയാലും വാങ്ങാം. പിന്നെ ഒരുപാട് നേരം വൈകാൻ നിൽക്കണ്ട, നമുക്കിറങ്ങാം. 2 പേരും കൂടി വേഗം റെഡിയായി വാതിലും പൂട്ടി ഇറങ്ങി. അപ്പോഴേക്കും കൃത്യമായി സുരേഷിൻ്റെ ഓട്ടോ മുറ്റത്ത് വന്നു നിന്നു. ഭരത മാഷിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു. 2 പേരും കൂടി ഓട്ടോയിലേക്ക് കയറി. വണ്ടി സർവീസ് ചെയ്യാൻ ആൾ വന്നില്ലേ മാഷേ? സുരേഷിൻ്റെ ചോദ്യം കേട്ടപ്പോൾ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി വരദ. ഇല്ല സുരേഷേ, നാളെയോ മറ്റന്നാളോ ആളിനെ അയക്കാമെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞു. മാഷിന് അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ നാളെ കൊണ്ട് കമ്പനിയിൽ കൊടുക്കാം. അത് വേണ്ടടോ, തൽക്കാലം തനിക്ക് എന്തായാലും ഓട്ടമാവട്ടെ. വരദയുടെ വീടെത്തുമ്പോൾ അവളുടെ മുഖം ഒന്നുകൂടി തിളങ്ങി. ഇറങ്ങാറാകുമ്പോൾ തന്നെ വിളിക്കാം. അപ്പോൾ കൃത്യമായി വന്നേക്കണം കേട്ടോ. മാഷ് വിളിച്ചാൽ മതി, ഞാൻ കൃത്യമായി എത്തും. ചെല്ലുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അച്യുതനും അംബികയും ഉമ്മറത്ത് തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മാഷിനെയും വരദയെയും കണ്ടതും അംബിക വേഗം മുറ്റത്തേക്ക് ഇറങ്ങി. മകളുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടു കൂടി അവർ അകത്തേക്ക് കയറി. അതെന്താടോ താൻ മാഷിനെ വിളിക്കാത്തത്? അച്യുതൻ പിന്നാലെ ഇറങ്ങി വന്നു. മാഷ് വരൂ, ഞാൻ പെട്ടെന്ന് മോളെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി. മാഷ് ഒന്നും വിചാരിക്കരുത്. ടീച്ചറും എന്നെ മാഷെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ അമ്മയും കൂടി മാഷെന്ന് വിളിക്കുമ്പോൾ അതൊരു സുഖമില്ല. എന്നെ ബാലാന്ന് വിളിച്ചാൽ മതി. ഞാനത് അംബികയോട് പറയാൻ വരികയായിരുന്നു. താൻ ബാലാന്ന് വിളിച്ചാൽ മതിയടോ. നിങ്ങൾ നേരത്തെ ഇറങ്ങിയല്ലേ? രാവിലെ കാപ്പി കൂടി കഴിഞ്ഞിറങ്ങി. ഇതമ്മ കുറച്ച് പച്ചക്കറിയാണ് അവിടുത്തെ പറമ്പിലുണ്ടായത്. അംബിക മകളുടെ കയ്യിലിരുന്ന ബിഗ് ഷോപ്പർ സന്തോഷത്തോടു കൂടി വാങ്ങി. അവളുടെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ അമ്മ മനസ്സ് നിറഞ്ഞു. അകത്തേക്ക് പോയ വരദ 2 ഗ്ലാസ്സിൽ സംഭാരവുമായി പുറത്തേക്ക് വന്നു. മാഷ് എന്താ ഇവിടെ കൈവരിയിൽ തന്നെ ഇരുന്ന് കളഞ്ഞത്? അകത്തേക്ക് വരാമല്ലോ. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വെറുതെ ഇരുന്നു. ഞാൻ വന്നോളാം, ടീച്ചർ ചെല്ല്. അച്യുതന് ബാലനോട് എന്താണ് സംസാരിക്കേണ്ടതെന്നൊന്നും ഒരെത്തും പിടിയുമില്ലായിരുന്നു. അയാളുടെ ആ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബാലൻ ആദ്യമേ സംസാരത്തിന് തുടക്കമിട്ടു. വരദയുടെ അച്ഛന് അയാളെക്കുറിച്ച് ഓർത്ത് വേവലാതി വേണ്ട. പരസ്പരം മനസ്സിലാക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കിടയിലുണ്ട്. ബാക്കിയെല്ലാം താനേ ശരിയായിക്കൊള്ളും. അച്യുതനും അത് കേട്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി.
വേറൊന്നും പറയുന്നില്ല ബാല. എൻ്റെ മോള് അവളൊരു പാവമാണ്. അതിന് പക്ഷേ ജീവിതത്തിൽ സമാധാനം, സന്തോഷവും സ്നേഹവും കിട്ടിയില്ല. ബാലൻ അവൾക്ക് തുണയാവണം. അതുമാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് മനസ്സിലാവും ഒരച്ഛൻ്റെ ആദി. ഞാനും ഒരച്ഛനാണ്. ഞാൻ കാണും അയാളുടെ കൂടെ എപ്പോഴും.